ഗുഡ് ഈവനിങ്. നമ്മൾ ആ ഒരു സെമി കണ്ടക്ടർ ഡയോഡ് ആപ്ലിക്കേഷൻ എന്ന ഒരു സെക്ഷനിലെ പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അത് നമുക്ക് പ്രോബ്ലം ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ ബാക്കി കണ്ടിന്യൂ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ടോട്ടലി സോൾഡ് എക്സാമ്പിൾസ് ആണ് ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ടോട്ടലി നമുക്ക് 8 സോൾഡ് എക്സാമ്പിൾസ് ആണ് ടെക്സ്റ്റിൽ അവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും നമുക്ക് ഇപ്പോൾ ഒരു സെക്ഷൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ എക്സാമ്പിൾ that is for a circuit shown in the figure, calculate output voltage dropped across the series resistance and the current through the Zener diode. ഓക്കെ, അപ്പോൾ 3 കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യേണ്ടത് അവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തൊക്കെയായിരുന്നു? ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് മെഷർ ചെയ്യണം. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് മീൻസ് എത്രയായിരിക്കും? നമുക്ക് ഇത് വെച്ച് നോക്കിയിട്ട് തന്നെ പറയാൻ പറ്റില്ല ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയായിരിക്കും എന്ന്. എത്രയായിരിക്കും വരുന്നത്? ഔട്ട്പുട്ട് വോൾട്ടേജ് വെച്ചാൽ എത്രയാണ്? നമുക്കറിയാം, ഒരു സെനർ ഡയോഡ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് അവിടെ വേരി ചെയ്തില്ല. കാരണം ഫ്ലക്ച്വേഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? സെനർ ഡയോഡ് നമ്മളിവിടെ കണക്ട് ചെയ്യുന്നത്. സോ അതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്ര തന്നെയായിരിക്കും? 30 വോൾട്ട് തന്നെയായിരിക്കും. എന്തുകൊണ്ടാണ്? കാരണം ഇവിടെ നമ്മുടെ സെനർ ഡയോഡിന്റെ വോൾട്ടേജ് 30 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വന്നാലും, ഇവിടെ എത്ര വേരിയേഷൻ വന്നാലും ഇതിന്റെ ഔട്ട്പുട്ടിൽ എത്ര കിട്ടത്തുള്ളൂ? 30 കിട്ടത്തുള്ളൂ. ഇനി ഞാൻ ഇവിടെ 6 വോൾട്ടിന്റെ സെനർ കണക്ട് ചെയ്തെങ്കിലോ? 6 വോൾട്ടിന്റെ സെനർ കണക്ട് ചെയ്തെങ്കിൽ എനിക്ക് ഔട്ട്പുട്ട് എത്ര കിട്ടും? 6 ആയിരിക്കും എനിക്ക് അവിടെ ഔട്ട്പുട്ട് ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അവിടുത്തെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇനി അടുത്തതായിട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് ഡയറക്റ്റ് കിട്ടാം. പക്ഷേ മറ്റൊരു കാര്യം നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച ആ ഒരു ഓപ്പൺ സർക്യൂട്ട് എന്നും ക്ലോസ് സർക്യൂട്ട് എന്ന രണ്ട് കണ്ടീഷൻസ് നമ്മൾ അവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതിൽ ഏത് കണ്ടീഷൻസ് നോക്കിയാലും ഔട്ട്പുട്ട് നമുക്കിപ്പോൾ VZന്റെ വാല്യൂ ആണ്. VZ എത്രയാണ് കിട്ടുന്നത്? 30 വോൾട്ട് നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ആ ഒരു ഇവിടെ ഇതിലുള്ള ഡ്രോപ്പിംഗ് നമുക്ക് എത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ആ ഒരു ഓപ്പൺ സർക്യൂട്ട് അനാലിസിസും. ഓക്കെ, അപ്പോൾ അത് ഒന്നുകിൽ അത് എടുത്താലും എടുത്തില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഇല്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഔട്ട്പുട്ട് നമുക്ക് അവിടെ ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, എത്ര VZന്റെ വാല്യൂ? VZ അവിടെ 30 വോൾട്ട് നമുക്ക് ഇതിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് എന്ത് വേണം? ദാറ്റ് ഇസ് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ സീരീസ് റെസിസ്റ്റൻസ്. അതായത് ഇവിടെ വച്ചിരിക്കുന്ന ഈ ഒരു റെസിസ്റ്റൻ അക്രോസ് ആയിട്ട് എത്ര വോൾട്ടേജ് ഡ്രോപ്പ് ആകുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യണം? അവിടെ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഡ്രോപ്പ് ആകുന്ന വോൾട്ടേജ് എത്രയായിരിക്കും? കാരണം ഇവിടെ നമുക്ക് ആകെ 100 വോൾട്ടാണ് നമ്മൾ ഇവിടുന്ന് സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, 100 വോൾട്ട് സപ്ലൈ ചെയ്തു. അപ്പോൾ 100 വോൾട്ട് ഇവിടെ സപ്ലൈ ചെയ്ത് 100 വോൾട്ട് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 100 വോൾട്ട് റിസീവ് ചെയ്യാൻ പറ്റുമോ? ഏതിന്? നമ്മുടെ ആ ഒരു ഡയോഡിന് 100 വോൾട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? റിസീവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം 100 വോൾട്ട് അല്ല എൻ്റെ റേറ്റിംഗ്, 30 വോൾട്ട് ആണ്. അപ്പോൾ അങ്ങനെ 100 വോൾട്ട് ഇവിടെ റിസീവ് ചെയ്യുന്നില്ലെങ്കിൽ ഇവിടെ എത്ര വോൾട്ടേജ് പോകണം? ഇവിടെ അതായത് 100 മൈനസ് 30 വോൾട്ട്. ഓക്കെ, 100 മൈനസ് 30 വോൾട്ട്, അതായത് 100ൽ നിന്ന് ബാക്കി വോൾട്ട് 70 വോൾട്ടേജ് ഇവിടെ ലിമിറ്റ് ചെയ്താലേ നമുക്ക് 30 വോൾട്ടേജ് എന്ത് ചെയ്യാൻ പറ്റൂ? ഇവിടെ കൊണ്ടുവരാൻ പറ്റും. മനസ്സിലായോ? നമ്മളിവിടെ കറണ്ട് ലിമിറ്റ്, വോൾട്ടേജ് ലിമിറ്റിംഗ് റെസിസ്റ്റൻസ് അല്ല ഇതിനെ പറയുന്നത്. കറണ്ട് ലിമിറ്റിംഗ് വോൾട്ടേജ് ലിമിറ്റിംഗ് റെസിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിനെ അവിടെ പറയുന്നത്. അപ്പോൾ അവിടെ ഈ ഒരു 30 വോൾട്ട് ലിമിറ്റ് ആയാലേ, സോറി 70 വോൾട്ട്, 100 മൈനസ് 70 വോൾട്ടോടെ ലിമിറ്റ് ആയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഇവിടെ 30 വോൾട്ട് വരുള്ളൂ. അപ്പോൾ അല്ലാതെ നമുക്ക് ഈ റെസിസ്റ്റൻസ് കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? കംപ്ലീറ്റ് 100 വോൾട്ട് എവിടെ വരും? നമ്മുടെ ഈ ഒരു സെനറിന് അക്രോസ് ആയിട്ട് വരും. അതെന്താ സംഭവിക്കുന്നത്? അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് സെനർ എന്ത് ചെയ്യും? അവിടെ നമുക്ക് ഇല്ലാതായി പോകും. ഓക്കെ, ഡാമേജ് സംഭവിച്ച് പോവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എത്ര വോൾട്ടേജ് ഡ്രോപ്പ് ആവുന്നുണ്ട്? ദർ വിൽ ബി എ 70 വോൾട്ടേജ് ആണ് എന്ത് ചെയ്യുന്നത്? അവിടെ ഡ്രോപ്പ് ആകുന്നത്. മനസ്സിലായി? വേറെ ഒന്നുമില്ല, ഇവിടുത്തെ ഇൻപുട്ട് വോൾട്ടേജ് എത്രയും നോക്കുക, സെനർ വോൾട്ടേജ് എത്രയും നോക്കുക, അത് അവിടെ സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, സെനർ വോൾട്ടേജ് ഇപ്പോൾ 60 അത് എന്ത് ചെയ്യുമായിരുന്നു? 100 മൈനസ് 60 കൊടുക്കുക, നമുക്കിവിടെ 40 വോൾട്ട് നമുക്കിവിടെ കിട്ടുമായിരുന്നു. ഇവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ആകുന്നത് എത്രയാണെന്ന്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ്? ദാറ്റ് ഇസ് വി ഹാവ് ടു ഫൈൻഡ് ദ കറണ്ട് ത്രൂ ദ സെനർ ഡയോഡ്. സെനർ ഡയോഡിൽ കൂടിയുള്ള കറണ്ട് എത്രയും നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യണം. ഓക്കെ ആണോ? അപ്പോൾ സെനറിന്റെ കറണ്ട് എന്ന് വെച്ചാൽ IZന്റെ വാല്യൂ നമുക്കിവിടെ വേറെ ഒരു കറണ്ടും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് എഴുതിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? കറണ്ട് എത്രയാണ് നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ആണോ? വേറൊന്നും പറഞ്ഞിട്ടില്ല അവിടെ. നമുക്ക് ഐയുടെ വാല്യൂസും IZും IL എന്ന് മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഓരോ വാല്യൂസ് ഡിറ്റർമിൻ ചെയ്ത് എന്ത് ചെയ്യുക? ഇവിടെ സിംപ്ലിഫൈ ചെയ്ത് എടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് വരുന്നതെന്ന്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവിടുത്തെ ലോഡ് കറണ്ട് എത്രയാണ് നമുക്ക് നോക്കാം. ഓക്കെ, ലോഡ് കറണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്താണ്? നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയെന്ന് അറിയാം. ഓക്കെ, നമുക്ക് കറണ്ട് മീൻസ് എന്താണ്? I is equal to that is I is equal to എത്രയാണ്? I is equal to V by L ആണ്. സോറി, V by R ആണ്. ഓക്കെ, V by R, ലോഡ് റെസിസ്റ്റൻസിന്റെ രീതിയിൽ. ഓക്കെ, V by R ആണ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വോൾട്ടേജ് എത്രയാണ്? വോൾട്ടേജ് 30 ആണ്. നമുക്ക് ഓൾറെഡി അറിയാം 30 ആണ് വോൾട്ടേജ്. ദാറ്റ് ഇസ് ഈക്വൽ ടു, കാരണം ഔട്ട്പുട്ട് ഇവിടെ എത്ര വരുന്നുണ്ടോ അതായിരിക്കും ഇവിടെ നമ്മൾ അപ്പിയർ ചെയ്യുന്നത്. ഇവിടെ നമുക്ക്
അപ്പിയർ ആകുന്നത്. ഓക്കെ, നമ്മളൊരു വോൾട്ട് മീറ്റർ വെച്ച് മെഷർ ചെയ്യുവാണെങ്കിൽ നമുക്ക് എത്ര വോൾട്ടേജ് കിട്ടും? ദർ വിൽ ബി വി ആർ ഗെറ്റിംഗ് ദ വോൾട്ടേജസ് 30 വോൾട്ട്. 30 വോൾട്ട് ആയിരിക്കും നമുക്ക് ഇവിടെ ഔട്ട്പുട്ടിൽ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 30 വോൾട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്നു. സോ ഔട്ട്പുട്ട് ഞാൻ അവിടെ എന്ത് ചെയ്യുന്നു? 30 എന്നവിടെ മാർക്ക് ചെയ്യുന്നു. 30 വോൾട്ട് ആണ് നമ്മൾ ഇവിടുത്തെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് എത്രയാണ്? റെസിസ്റ്റൻസ് 8 കിലോ ഓം ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് അവിടെ കിട്ടുന്നത്. ഓക്കെ, 8 കിലോ ഓം ആണ് അവിടെ കൊടുത്തിരിക്കുന്ന റെസിസ്റ്റൻസ്. സോ 30 ഡിവൈഡ് ബൈ 8K. 8K മീൻസ് 8 ഇൻറ്റു 10 റൈസ് ടു 3. ഓക്കെ, 8 ഇൻറ്റു 10 റൈസ് ടു 3 സിംപ്ലിഫൈ ചെയ്ത് നോക്കി അത് കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് എത്ര കിട്ടും? നമുക്ക് കിട്ടുന്ന വാല്യൂ 3.75 മില്ലി ആംബിയർ എന്നാണ്. ഓക്കെ, എത്രയാണ്? 3.75 മില്ലി ആംബിയർ എന്നാണ് എന്ത് കിട്ടുന്നത് അവിടുത്തെ വി ആർ ഗെറ്റിംഗ് ദ IL വാല്യൂ. ഓക്കെ, IL വാല്യൂ നമുക്ക് ഇവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ILന്റെ വാല്യൂ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എത്രയാണ് നമുക്ക് ഇവിടെ അറിയാം. ഓക്കെ, ഇവിടുത്തെ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് എത്രയാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. എത്രയാണ് കണ്ടുപിടിച്ചത്? ഇവിടെ നമ്മൾ പറഞ്ഞു 100 മൈനസ് 30 ആണ്, 70 വോൾട്ട് ആണ് നമ്മൾ അതിനെ പറഞ്ഞിരുന്നു. 70 വോൾട്ട് ആണ് അവിടെ വരുന്ന എന്തെന്ന് പറഞ്ഞു? വോൾട്ടേജ് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വോൾട്ടേജ് അറിയാമെങ്കിൽ ഇവിടുത്തെ വോൾട്ട് അറിയാമെങ്കിൽ ഇവിടുത്തെ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്തൂടെ? നമുക്ക് ടോട്ടൽ ഈ ഒരു സർക്യൂട്ടിൽ 3 കറണ്ടേ ഉള്ളൂ. എന്താണ്? I എന്ന് പറയുന്ന ടോട്ടൽ കറണ്ട്, അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. IZ എന്നും പ്ലസ് IL എന്നും പറഞ്ഞ് രണ്ടായിട്ട് അവിടെ സ്പ്ലിറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ടോട്ടലി നമുക്കൊരു 3 കറണ്ട് മാത്രമേ അതിൽ വരുന്നുള്ളൂ. ഓക്കെ, 3 കറണ്ടാണ് അതിൽ നമുക്ക് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് അവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എത്രയാണ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യണം. സോ ദാറ്റ് ഈസ് ഐ ആം ടേക്കിംഗ് I. ഓക്കെ, I ഈസ് ഈക്വൽ ടു അതും എന്തിനു എഴുതാം? നമുക്കിവിടെ ഇതിന്റെ വാല്യൂ നമ്മൾ ഡയറക്റ്റ് എടുത്തിട്ടില്ല. നേരത്തെ എടുത്ത് എങ്ങനെയാണ്? അതായത് VI മൈനസ് V0 ഇൻപുട്ട് വോൾട്ടേജ് മൈനസ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് അവിടെ ഡ്രോപ്പ് ആകുന്ന വോൾട്ടേജ് ഡിവൈഡ് ബൈ അവിടുത്തെ റെസിസ്റ്റൻസ്. ഇത് RL ആണ്. ഓക്കെ, ഇവിടെ റെസിസ്റ്റൻസ് എത്രയാണ്? 6 ആണ്. ഓക്കെ, 6 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു വി ആർ ഗെറ്റിംഗ് 70 വോൾട്ട്. ഓക്കെ, 70 വോൾട്ട് ഡിവൈഡ് ബൈ എത്ര കിട്ടും? 7 കിലോ ഓം എന്ന് കിട്ടും. എത്രയാണ്? 7 കിലോ ഓം. ഓക്കെ ആണോ? അപ്പോൾ I is equal to VI minus V0 divided by R which is equal to 70 വോൾട്ട് ഡിവൈഡ് ബൈ 7 കിലോ ഓം. 7 into 10 raised to 3 വരും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് 10 മില്ലി ആംബിയർ എന്നാണ്. ഓക്കെ, എത്രയാണ്? 10 മില്ലി ആംബിയർ. ഇത് 10 റൈസ് ടു മൈനസ് 3 ആവും. 70/7 10 വരും. അങ്ങനെ 10 മില്ലി ആംബിയർ ആണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്തായിരുന്നു? 10 മില്ലി ആംബിയർ അവിടെ ഔട്ട്പുട്ട് അല്ല, ഇൻപുട്ട് കറണ്ട് നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് സെനർ കറണ്ട് കണ്ടുപിടിക്കാമല്ലോ. കാരണം ILന്റെ വാല്യൂ ആയി, Iയുടെ വാല്യൂ ആയി. ദാറ്റ് ഈസ് I ഈസ് ഈക്വൽ ടു IZ പ്ലസ് IL. ഓക്കെ, IZ പ്ലസ് IL ആണ്. ഇത് നമുക്ക് മാറ്റിയെടുക്കാം. ദാറ്റ് ഈസ് IZ ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? IZ ഈസ് ഈക്വൽ ടു I മൈനസ് IL ആണ്. എത്രയാണ്? I മൈനസ് IL വിച്ച് ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? ഐയുടെ വാല്യൂ എത്രയാണ്? നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. 10 മില്ലി ആംബിയർ ആണ്. 10 മില്ലി ആംബിയർ കിട്ടുന്നുണ്ട്. വിച്ച് ഇസ് മൈനസ് എത്ര വരുന്നത്? 3.75 മില്ലി ആംബിയർ. ഫൈനൽ ആൻസർ 6.25 മില്ലി ആംബിയർ. ഓക്കെ, 6.25 മില്ലി ആംബിയർ ആണ് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണല്ലോ ഈ ക്വസ്റ്റ്യൻ? വേറെ ഒന്നുമില്ല, ഡയറക്റ്റ് ആണ്, എല്ലാം തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അത് ആൻസറോടെ കിട്ടാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ആ ഒരു കേസൊക്കെ ഒന്ന് ഓർത്ത് എടുക്കേണ്ടി വരും. ഓക്കെ, എങ്ങനെയാണ് വരുന്നതെന്ന കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, എന്നാലും നമുക്കത് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോകാം. ഇതാണ് എൻ്റെ സ്റ്റെപ്സ് കേട്ടോ. ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ സ്റ്റെപ്സ് ഇവിടെ കിടപ്പുണ്ട്. നോക്കിയാൽ മതി, ടെക്സ്റ്റ് തന്നെ ഉണ്ട് അത്. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ക്വസ്റ്റ്യൻ വായിച്ചേ. Example 2. A 6-volt Zener diode with a minimum Zener current 4 milliampere is connected within the stabilization voltage circuit. The load current is to vary from 6 milliampere to 76 milliampere. Find the value of the series resistance to maintain 6 volt across the load. The input voltage is given as 10 volt. അപ്പോൾ നമുക്കൊരു ഇൻപുട്ട് 10 വോൾട്ട് കൊടുക്കുന്നുണ്ട്. എനിക്കവിടെ ഔട്ട്പുട്ടിൽ 6 വോൾട്ട് വെച്ച് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, ഇൻപുട്ട് ഞാൻ 10 വോൾട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ അവിടെ ലോഡ് കറണ്ടിൽ എന്ത് ചെയ്യാം? വേരിയേഷൻ വരാം. എവിടെയാണ് വേരിയേഷൻ? ലോഡ് കറണ്ട് ആണ്. ഇൻപുട്ടിലൊന്നും അല്ല, ഔട്ട്പുട്ട് സെക്ഷനാണ് എന്ത് ചെയ്യുന്നത്? കറണ്ട് വേരിയേഷൻ വരുന്നത്. ഓക്കെ, കറണ്ട് വേരിയേഷൻ എങ്ങനെ വരും? ഇപ്പോൾ നമ്മുടെ ഫോണിലൊരു നമ്മൾ ഫോൺ ചാർജ് കണക്ട് ചെയ്യുന്ന വെച്ചോളൂ. ഓക്കെ, ഒരു ഇതിൽ ഫോൺ ചാർജ് കഴിഞ്ഞു. ഇപ്പോൾ ഫോൺ ചാർജിൽ എൻ്റെ ചാർജ് ഇപ്പോൾ 6 ആംബിയർ സപ്പോർട്ടാണ്.
മറ്റൊരു ചാർജ് കൊടുക്കുന്ന സമയത്ത് വേറൊരു കമ്പനിയുടെ ചാർജ് കൊടുക്കുമ്പോൾ ചാർജറിൽ മാറ്റൊന്നും വരത്തില്ല, എല്ലാം സെയിം ആണ് ഇപ്പോൾ വരുന്നതിൽ. അത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ വേറെ ഒന്ന് കൊടുക്കുന്നു, അതെന്തായിരിക്കും, ചിലപ്പോൾ 10 മില്ലി ആംപിയർ ആയിരിക്കും കപ്പാസിറ്റി. അപ്പോൾ അവിടെ ലോഡ് കറന്റ് മാറുന്നില്ലേ? അപ്പോൾ അതാണ് സിറ്റുവേഷൻ. ഇവിടെ എന്ത് ലോഡ് കറന്റ് ചിലപ്പോൾ വേരി ചെയ്യാം. ഒരു 6 മില്ലി ആംപിയർ മുതൽ 76 മില്ലി ആംപിയർ വരെ ലോഡ് കറന്റിൽ വേരിയേഷൻ വരാം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ യൂസ് ചെയ്യുന്ന റെസിസ്റ്റർ എത്രയാണ് നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ്, അപ്പോൾ നമുക്ക് IZ നമുക്ക് എന്ത് ചെയ്യണം? IZ മാക്സിമവും IZ മിനിമം കേസ് നമ്മൾ അവിടെ ചെക്ക് ചെയ്യണം. ഓക്കെ, IZന്റെ മാക്സിമം വാല്യൂ നമ്മൾ നോക്കണം. അതുപോലെ തന്നെ IZന്റെ മിനിമം വാല്യൂ നമ്മൾ അവിടെ കണ്ടുപിടിക്കണം. ഓക്കെ, അവിടെ ഉണ്ടാകുന്ന വേരിയേഷൻ ഇതാണ് നമ്മളവിടെ എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, IZ മിനിമം, IL മാക്സിമം നോക്കാം. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ പറയുന്നുണ്ട് എത്രയാണ്, 10 മില്ലി ആംപിയർ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. 10 മില്ലി ആംപിയർ ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്നു. അതുപോലെ തന്നെ അവിടുത്തെ സെനർ വോൾട്ടേജ് എത്രയാണ്, 6 വോൾട്ട് ആണ് അവിടുത്തെ സെനർ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, സെനർ വോൾട്ടേജ്. ദെൻ ഇതിൽ വരുന്നതിൽ മിനിമം സെനർ കറണ്ട്. ഓക്കെ, IZ മിനിമം എത്രയാണ് പറയുന്നത്, കാരണം നമ്മുടെ സെനറിൽ കൊടുക്കാൻ പറ്റുന്ന മിനിമം കറണ്ട് എത്രയാണ്, ആ മിനിമം കറണ്ട് നമുക്കവിടെ സീരീസ് റെസിസ്റ്റൻസ് ചോദിക്കുന്നത്. ഓക്കെ, ഇവിടുത്തെ കറണ്ടിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ചോദിക്കുന്നത് സീരീസ് റെസിസ്റ്റൻസ് ആണ് ചോദിക്കുന്നത്. ഈ ആറിന്റെ വാല്യൂ നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇതിന്റെ വാല്യൂ ആറിൽ എന്ത് ചെയ്യാം, വേരി ചെയ്യാം. ഓക്കെ, ആറിൽ വേരി ചെയ്യുന്നതുകൊണ്ടാണല്ലോ എന്ത് ചെയ്യുന്നത്, ലോഡ് അവിടെ മാറുന്നത്, ലോഡ് കറണ്ടിൽ അവിടെ വേരിയേഷൻ വരുന്നത്. അപ്പോൾ അവിടുത്തെ സെനറിന്റെ മിനിമം കറണ്ട് എന്ന് വെച്ചാൽ എത്രയാണ്, 4 മില്ലി ആംപിയർ ആണ് മിനിമം കറണ്ട് റേറ്റിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ്, അതുപോലെ അതിന്റെ വോൾട്ടേജ് V0 വാല്യൂ എത്രയാണ്, 6 വോൾട്ട് ആണ് വരുന്നത്. V0 വാല്യൂ എത്ര വരുന്നു, 6 വോൾട്ട് വരുന്നു. ആറിന്റെ വാല്യൂ അവിടെ ഡിറ്റർമിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് നോക്കാം. ഔട്ട്പുട്ട് വോൾട്ടേജ് എത്ര കിട്ടും, ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ തന്നെയാണ്. V0 is equal to VI minus V0, that is V0 is equal to VI minus V0 എന്ന് കിട്ടും. ഓക്കെ, ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. അതെന്തിന് ഇക്വലന്റ് ആണ്, ഇസ് ഈക്വൽ ടു I ഇൻറ്റു R അല്ലേ, കാരണം നമ്മൾ നേരത്തെ ആ ഒരു ഇക്വേഷൻ നമ്മൾ തിരിച്ച് പറഞ്ഞായിരുന്നു. എന്താണ്, VI മൈനസ് V0 ഡിവൈഡ് ബൈ R ഇസ് ഈക്വൽ ടു I എന്ന് പറഞ്ഞു തൊട്ട് മുൻപത്തെ എക്സാമ്പിളിൽ. അപ്പോൾ ഇവിടെ നമുക്ക് തിരിച്ച് പറയാം, അല്ലെങ്കിൽ ഇവിടെ മാറ്റി മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. VI മൈനസ് V0 ഇസ് ഈക്വൽ ടു I ഇൻറ്റു R നമുക്ക് ഇവിടെ പറയാം. ഓക്കെ, I ഇൻറ്റു R ആണ് നമുക്ക് ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ്, ഇവിടെ നമുക്ക് ആറിന്റെ വാല്യൂ എടുക്കാം. R എത്ര കിട്ടും, R ഇസ് ഈക്വൽ ടു VI മൈനസ് V0 ഡിവൈഡ് ബൈ I ആണ്. ഓക്കെ, VI മൈനസ് V0 ഡിവൈഡ് ബൈ I ആണെന്ന് പറയാൻ പറ്റും. ഇതിൽ നമുക്കിപ്പോൾ ഐയുടെ വാല്യൂ ഡയറക്റ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻപുട്ട് വോൾട്ടേജും ഉണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജും ഉണ്ട്. സോ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആറിന്റെ വാല്യൂ അവിടെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇവിടുത്തെ സിറ്റുവേഷൻ അങ്ങനെയല്ല, നമുക്ക് എന്തറിയത്തില്ല, ഐയുടെ വാല്യൂ നമുക്കവിടെ അറിയത്തില്ല. പിന്നെ നമുക്ക് ആകെ അറിയാവുന്ന എന്തിന്റെ വാല്യൂ ആണ്, അവിടെ ലോഡ് കറന്റിന് ഉണ്ടാകുന്ന വേരിയേഷനെ കുറിച്ച് നമ്മളൊരു കാര്യം പറയുന്നുണ്ട്. 6 മില്ലി ആംപിയർ മുതൽ 76 മില്ലി ആംപിയർ വരെ ലോഡ് കറന്റ് വേരി ചെയ്യുന്നു. അതായത് ILന്റെ വാല്യൂ വേരി ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നു. നമ്മുടെ സെനറിന്റെ മിനിമം കറന്റ് എത്രയാണ്, 4 മില്ലി ആംപിയർ എന്നിവിടെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് എന്തായിട്ട് മാറ്റാം, ഈ ഒരു ഇക്വേഷൻ നമുക്ക് രണ്ടായിട്ട് മാറ്റാം. രണ്ടായിട്ട് മാറ്റുക മീൻസ് അതിന്റെ പ്ലസ് അഡിഷൻ നമുക്കിവിടെ കൊടുക്കാം. ദാറ്റ് ഇസ് R ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, R ഇസ് ഈക്വൽ ടു VI മൈനസ് V0. VI മൈനസ് V0 ഡിവൈഡ് ബൈ IZ പ്ലസ് IL എന്ന് കൊടുക്കാം. ഓക്കെ, എന്താണ് IZ പ്ലസ് IL, വേറൊന്നും ചെയ്തില്ല, കാരണം നമുക്കിവിടെ ഐന്റെ വാല്യൂ അറിയത്തില്ല. ഓക്കെ, ഐന്റെ വാല്യൂ അറിയത്തുകൊണ്ട് എന്ത് ചെയ്തത്, ഞാൻ ജസ്റ്റ് ഒന്ന് രണ്ടായിട്ട് മാറ്റിയത്, IZ പ്ലസ് IL എന്നാക്കി മാറ്റിയത്, കാരണം അതിന്റെ വാല്യൂ നമുക്ക് ഇവിടെ അറിയില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ എന്ത് ചെയ്യാം, ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എക്സ്പാൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്ത് എന്ത് ചെയ്യണം, നമുക്കിവിടെ പറയാൻ പറ്റും, നമ്മുടെ കൺസെപ്റ്റ് വെച്ചിട്ട് IZ മിനിമം ആവുന്ന സമയത്ത് IL അവിടെ മാക്സിമം ആവണം, എന്നാലല്ലേ നമുക്ക് ആ ഒരു റേഷ്യോ നിലനിർത്താൻ പറ്റുള്ളൂ, മെയിൻറ്റെയിൻ ചെയ്യില്ല. വോൾട്ടേജ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ I മിനിമം ആകുമ്പോൾ IL എന്താണ്, മാക്സിമം ആണ്. മാക്സിമം ആയാലും നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, കറണ്ടിന്റെ ആ ഒരു റേറ്റിംഗ്സ് നമുക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ പറ്റും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അതിനെക്കുറിച്ച് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഓക്കെ, തിരിച്ചും വരാം. ഓക്കെ, IZന്റെ വാല്യൂ മിനിമം ആവുന്ന സമയത്ത് IL അവിടെ മാക്സിമം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ആ ഒരു കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ദാറ്റ് ഇസ് ഈക്വൽ ടു VI മൈനസ് V0. ഓക്കെ, VI മൈനസ് V0. IZ എങ്ങനെയാണ്, ഇവിടെ പറയുന്നുണ്ട്, ഇവിടെ ഈ ഒരു പോയിന്റ് ഇവിടെ പറയുന്നുണ്ട്, ഈ ഒരു പോയിന്റിൽ IZ മിനിമം ആവുന്ന സമയത്ത് IL മാക്സിമം ആവണം. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ IZന്റെ മിനിമം വാല്യൂ എടുക്കാം. IZ മിനിമം പ്ലസ് IL എന്തായിരിക്കും, IL അവിടെ മാക്സിമം ആയിരിക്കും. ഓക്കെ, IL വിൽ ബി മാക്സിമം. ഓക്കെ, R is equal to VI minus VZ
ഡിവൈഡ് ബൈ IZ മിനിമം പ്ലസ് IL മാക്സിമം എന്ന് നമുക്ക് അവിടെ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വാല്യൂസ് ഒക്കെ ഒന്ന് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തൂടെ? വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? That is VA minus V0 6 10 minus 6 divided by IL minimum. നേരത്തെ തന്നിട്ടുണ്ട് IL minimum വാല്യൂ എത്രയാണ്? 4 മില്ലി ആംബിയർ ആണ്. 4 മില്ലി ആംബിയർ മൈനസ് എത്ര കിട്ടും? ILന്റെ വാല്യൂ മാക്സിമം. IL മാക്സിമം എത്രയാണ്? ഏതുവരെ പോകും? 76 വരെ പോകും. അങ്ങനെയെങ്കിൽ 76 ആണ് ഇവിടുത്തെ മാക്സിമം. 76 മില്ലി ആംബിയർ കിട്ടുന്നുണ്ട്. ഫൈനൽ റിസൾട്ട് എത്രയാണ്? 50 ഓം എന്നാണ് എന്ത് ചെയ്യുന്നത്? ആൻസറിലൂടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. മനസ്സിലായോ? അത് അല്പം ഒന്ന് ചിന്തിക്കേണ്ടി വരും. ഈ പ്രോബ്ലംസ് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അവിടെ ഈ ഒരു കണ്ടീഷൻ ഓർമ്മ വന്നില്ല എങ്കിലും പ്രശ്നമാണ്. ഓക്കെ, ഈ ഒരു കണ്ടീഷൻ ഓർമ്മ വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്കിവിടെ ഇത് എഴുതാൻ പറ്റത്തില്ല. ഓക്കെ, ഈ ഒരു കണ്ടീഷൻ അവിടെ ഒന്ന് മനസ്സിലിങ്ങനെ ബൈ ഹാർട്ട് ആക്കി വയ്ക്കുക. അവിടെ നമുക്ക് ആ ഒരു മാക്സിമം മിനിമം കണ്ടീഷൻ, കാരണം നമുക്കിവിടെ ഐസന്റെ മിനിമം വാല്യൂസ് നമുക്ക് തന്നിട്ടുള്ളൂ. അതുകൊണ്ട് മറ്റേ നമ്മൾ മാക്സിമം അവിടെ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാൻ എടുക്കാനായിട്ടുള്ള ആ ഒരു ഐഡിയ അവിടെ കൊണ്ടുവരണം. ഓക്കെ, അത് അറിയാമെങ്കിൽ നമുക്കത് സിംപ്ലിഫൈ ചെയ്യാനും പറ്റുള്ളൂ. ഓക്കെ ആണോ? ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം തന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കണ്ടീഷൻ അറിയില്ല എങ്കിൽ നമുക്ക് 6 ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ I തന്നിരുന്നുവെങ്കിൽ വേറെ പ്രശ്നമില്ല, ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? I എന്ന വാല്യൂ ഇവിടെ കൊടുക്കാൻ പറ്റുമായിരുന്നു. ഓക്കെ, അപ്പൊ അതാണ് ആ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതില് സെക്കൻഡ് കേസ്, സോറി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് അതിന്റെ മിനിമം വാല്യൂ നമ്മൾ നോക്കണമായിരുന്നല്ലോ. മിനിമം പറഞ്ഞില്ലല്ലോ ക്വസ്റ്റ്യനിൽ. that is find the series resistance R to maintain 6 volt across the load ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ആ ഒരു മിനിമം കേസ് കൂടി അതിൽ വരുന്നുണ്ട്, അത് ഞാൻ വിട്ടുപോയല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ RL മാക്സിമം, ഓക്കെ, ലോഡ് ഏതുവരെ റേഞ്ച് ചെയ്യാൻ പറ്റും? നമ്മൾ അപ്പോൾ ഇതിൻ്റെ കേസ് പറഞ്ഞു. ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ലോഡിനെ കുറിച്ച് പറയുന്നില്ല, പക്ഷെ ലോഡ് കൂടി അപ്പുറത്ത് ഇതിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുകൂടി ഒന്ന് ജസ്റ്റ് പറഞ്ഞേക്കാം. ഓക്കെ, that is a 6 volt standard minimum voltage standard current 4 milliampere is connected in the stimulation circuit. The load current is to vary from 6 milliampere to 76 milliampere. Find the value of the series resistance to maintain a വോൾട്ടേജ്. ഇതിൽ ക്വസ്റ്റ്യനിൽ നമുക്ക് ശരിക്കും ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, സീരീസ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഇതിൽ നെക്സ്റ്റ് പേജിൽ നമുക്ക് വന്നിട്ട് ഏതുവരെ വേരീസ് ചെയ്തതിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ദി റെസിസ്റ്റൻസ് ഓഫ് 50 ഈസ് ടു ബി കണക്റ്റഡ് ഇൻ ദ കറന്റ് ടു ഹാവ് എ കോൺസ്റ്റന്റ് വോൾട്ടേജ് ഇൻ ദ ലോഡ് റെസിസ്റ്റൻസ് വിച്ച് ഈസ് വേരിയിങ്. ഓക്കെ, ഇതിൽ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതുവരെ നിർത്തിയാലും കുഴപ്പമില്ല കേട്ടോ. ഇതുവരെ വേണമെങ്കിൽ നമുക്ക് അവിടെ നിർത്താം, കാരണം ക്വസ്റ്റ്യൻ അത് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ എത്ര വേരിയേഷൻ കൂടി എന്ന് ചോദിക്കുവാണെങ്കിൽ ഈ സ്റ്റെപ്പ് അവിടെ ചെയ്യുന്നതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ആറിൻ്റെ വാല്യൂസ് ഫിക്സഡ് തന്നെയാണ്. എത്രയാണ്? 50 ഓം തന്നെയാണ് വരുന്നത്. ഇനി എന്താ കാണിച്ചിരിക്കുന്നത്? നെക്സ്റ്റ് സ്റ്റെപ്പിൽ കാണിച്ചിരിക്കുന്നത് ഈ ലോഡ് എങ്ങനെയൊക്കെ വേരി ചെയ്യാം. ലോഡിൻ്റെ നമുക്കിവിടെ കറണ്ട് റേറ്റിംഗ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ലോഡിൽ വേരി ചെയ്യുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് എത്ര വേരി ചെയ്യുമെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതാണ് അവിടെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ അവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അത് ചോദിക്കണമെങ്കിൽ എഴുതിയാൽ മതി, അല്ലാതെ നമ്മൾ അങ്ങോട്ട് പോയി എഴുതേണ്ട ആവശ്യമുള്ള റേഞ്ച് നമുക്ക് ഇവിടെ വേണ്ടി വരുന്നില്ല. ഓക്കെ, അപ്പോൾ RL V0 ബൈ VL എന്ന് കിട്ടാം. RL മിനിമ, ഓക്കെ, IL മാക്സ് V0 ബൈ IL മാക്സിമ ആൻഡ് RL മാക്സിമ V0 ബൈ IL മിനിമൈസ് ചെയ്യുന്ന സമയം നമുക്ക് എന്ത് ചെയ്യാം? വാല്യൂസ് അവിടെ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ 78.94 ഓമും 1 കിലോ ഓമാണ് എന്ത് ചെയ്യുന്നത്? അവിടുത്തെ ആ ഒരു വേരിയേഷൻ RL ഈ റേഞ്ചിൽ വേരി ചെയ്യുന്ന സമയത്താണ് കറണ്ട് എന്ത് ചെയ്യുന്നത്? നേരിട്ട് മുൻപ് കണ്ട ആ ഒരു 6 മില്ലി ആംബിയർ മുതൽ ഏകദേശം 76 മില്ലി ആംബിയർ വരെ ഇവിടെ വേരി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ അങ്ങനെ ഉണ്ടെങ്കിൽ എഴുതിയാൽ മതി, ഇല്ലെങ്കിൽ എഴുതിയില്ലെങ്കിൽ അത് പ്രത്യേകിച്ച് ഒരു പ്രോബ്ലം വരില്ല, കാരണം ക്വസ്റ്റ്യനിൽ അവിടെ എത്ര റേഞ്ച് ചെയ്യുന്നൊന്നും നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ എഴുതാം. ഓക്കെ, നോക്കുക. Take an example. A voltage stabilizer is constructed with a standard diode of voltage, standard diode of 7 volt voltage. Okay, minimum standard current of 10 milliampere. Okay, ഇവിടുത്തെ standard current എത്രയാണ്? 10 milliampere ആണ് അവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത് എന്ത് ഡിറ്റർമിൻ ചെയ്യണം? That is, we have to determine about the load resistance. Okay, that is the load resistance vary from 70 ohm to 700 ohm. Find the value of the series resistance. Load അല്ല, series resistance നമുക്ക് ഡിറ്റർമിൻ ചെയ്യണം. To be used to a great constant voltage supply. Find also the maximum standard current. Input supplied is 12 volt. Okay, അപ്പോൾ നമുക്ക് വീണ്ടും ഒരു standard voltage stabilizer നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ യൂസ് ചെയ്യുന്ന standard എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 7 volt ആണ്. ഓക്കെ, 7 വോൾട്ടിന്റെ standard ആണ് നമുക്ക് തന്നിരിക്കുന്നത്. മിനിമം standard കറണ്ട് എത്ര വരും? IZന്റെ വാല്യൂ, IZ മിനിമം വന്നിട്ട് ദാറ്റ് ഈസ് 10 മില്ലി ആംബിയർ ആണ് അവിടെ വരുന്നത്. 10 മില്ലി ആംബിയർ. അപ്പോൾ ഇതിന്റെ ഈ ഒരു ലോഡ് വേരിയേഷൻ എത്ര വരുന്നു? നേരത്തെ നമുക്ക് ലോഡ് വേരിയേഷൻ തന്നില്ല, കാരണമാണ് തന്നത്. ഇപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് തന്നെ തന്നിട്ടുണ്ട്. എത്രയാണ്? ദാറ്റ് ഈസ് 70 ഓം മുതൽ
700 ഓം വരെയാണ് അതിൻ്റെ വേരിയേഷൻ. നമുക്ക് എന്ത് ഡിറ്റർമിൻ ചെയ്യണം? ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ സീരീസ് റെസിസ്റ്റൻസ് ആർ ടു ബി യൂസ്ഡ് ടു ഗെറ്റ് എ കോൺസ്റ്റന്റ് പവർ സപ്ലൈ. ഫൈൻഡ് ഓൾസോ ദ മാക്സിമം സെനർ കറന്റ് ഇൻപുട്ട് വോൾട്ടേജ് സപ്ലൈസ് ഈസ് 12 വോൾട്ട്. ഓക്കെ, വി സെഡിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 7 വോൾട്ട് ആണ്. ഐ സെഡ് മിനിമം തന്നിട്ടുണ്ട് 10 മില്ലി ആംപിയർ ആണ്. ആർ എല്ലിന്റെ വാല്യൂ നമുക്ക് അവിടെ എത്രയാണ്? ആർ എൽ നമുക്ക് അവിടെ റേഞ്ച് ആണ് തന്നിരിക്കുന്നത്. 70 മുതൽ 700 ഓം വരെ അവിടെ വരാം. ഓക്കെ, 70 to 700 ഓം വരെ റേഞ്ച് വേരിയേഷൻ വരാം. ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്തിരിക്കുന്നത് 12 വോൾട്ട് ആണ്. ആദ്യം എന്ത് ഡിറ്റർമിൻ ചെയ്യുക? ഈ ഒരു ആറിന്റെ വാല്യൂ അവിടെ ഡിറ്റർമിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആറിന്റെ വാല്യൂ എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാം? ദാറ്റ് ഈസ് വോൾട്ടേജ് അക്രോസ് ആർ. വി ആർ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? വി ഐ മൈനസ് വി സീറോ. ഓക്കെ, വി ഐ മൈനസ് വി സീറോ. തൊട്ട് മുൻപത്തെ ആ ഒരു ക്വസ്റ്റ്യനിൽ ഇവിടെ ഇത് വി ആർ ആണ്. ഞാൻ നേരത്തെ പറയാൻ ഓർത്ത് വന്നത്, ഞാൻ മറന്നുപോയി പിന്നീട്. ഓക്കെ, അത് വി ആർ ആണ്. ഓക്കെ, വി ആർ ആണ്. ഞാനിപ്പോൾ ഇവിടെ കണ്ടപ്പോൾ അത് വീണ്ടും ഓർത്തത്. ഓക്കെ, അത് വി സീറോ അല്ല, അവിടെ അത് വി ആർ ആണ്. ഒന്ന് കറക്റ്റ് ചെയ്തേക്കാം ടെക്സ്റ്റിൽ. ഓക്കെ, അപ്പോൾ വി ആർ ഇസ് ഈക്വൽ ടു വി ഐ മൈനസ് വി സീറോ കിട്ടുന്നുണ്ട്. സോ വി ആർ ഇസ് ഈക്വൽ ടു വി ഐ മൈനസ് വി ഇസഡ്. ഓക്കെ, വി സീറോ മീൻസ് വി ഇസഡ് തന്നെ, രണ്ടും ഇക്വലന്റ് തന്നെ ആയിരിക്കും. അപ്പോൾ 7 വോൾട്ട് നമുക്ക് ഇവിടെ അറിയാം. അപ്പോൾ അവിടുത്തെ ഇൻപുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് വോൾട്ടേജും നമുക്ക് തന്നിട്ടുണ്ട്. സോ ഐ ഇസ് ഈക്വൽ ടു വി ഐ മൈനസ് വി സെഡ് ഡിവൈഡ് ബൈ ആർ നമുക്ക് ഇവിടെ ഒബ്റ്റെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് നമ്മളവിടെ എടുത്തേക്കുന്നുണ്ട് ആ ഒരു ഐയുടെ വാല്യൂ. അവിടെ നമുക്ക് റെസിസ്റ്റൻസിന്റെ വാല്യൂ കൊണ്ടുവരാം. ആർ ഇസ് ഈക്വൽ ടു വി ഐ മൈനസ് വി സെഡ് ആണ്. ഓക്കെ, ആർ ഇസ് ഈക്വൽ ടു വി ഐ മൈനസ് വി സെഡ് ഡിവൈഡ് ബൈ ഐ എന്നിട്ട്. പക്ഷെ ഐ നമുക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റുമോ? കാരണം നമുക്ക് അവിടെ തന്നിട്ടില്ല. ഓക്കെ, കറണ്ട് വാല്യൂസ് അവിടെ പറയുന്നില്ല. ആകെ ഒരു കറണ്ട് മാത്രമേ ഉള്ളൂ, മിനിമം സെനർ കറണ്ട് മാത്രമേ പറയുന്നുള്ളൂ, 10 മില്ലി ആംപിയർ ആണെന്ന കേസിൽ. അപ്പോൾ നേരത്തെ പോലെ തന്നെ വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് അവിടെ ഐ ഇസ് ഈക്വൽ ടു ഐ ഇസഡ് പ്ലസ് ഐ എൽ നമ്മളവിടെ കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഐ ഇസഡ് കോൺസ്റ്റന്റ് ആവണമെങ്കിൽ അവിടെ എന്താണ്? ഐ ഇസഡ് ഇപ്പോൾ നമുക്ക് അവിടെ മിനിമം വാല്യൂ ആണ്, ഐ എൽ മാക്സിമം ആയിട്ട് മാറണം. ഓക്കെ, ഐ എൽ ഷുഡ് ബി മാക്സിമം. നേരത്തെ അതേ കണ്ടീഷൻ തന്നെ. ദാറ്റ് ഈസ് ആർ ഇസ് ഈക്വൽ ടു വി ഐ മൈനസ് വി ഇസഡ് ഡിവൈഡ് ബൈ ഐ ഇസഡ് മിനിമ പ്ലസ് ഐ എൽ മാക്സിമം നമ്മളവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിൽ തന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ് വി സീറോ വാല്യൂ. ഓക്കെ, വി സീറോയുടെ വോൾട്ടേജ് എങ്ങനെ കിട്ടും? വി സീറോ വോൾട്ടേജ് നമുക്ക് അവിടെ 7 എന്നറിയാം. ഓക്കെ, അത് നമുക്ക് ഐ എല്ലിന്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, എങ്ങനെയാണ്? ഇവിടെ നമ്മൾ പറയുന്നുണ്ട് നമുക്ക് ആർ എൽ മിനിമ വാല്യൂ. ഓക്കെ, ഐ എൽ മാക്സിമം ആണെങ്കിൽ ആർ എൽ എന്തായിരിക്കും? മിനിമം റേഞ്ച് ആയിരിക്കും. നമുക്കിവിടെ 2 റേഞ്ച് പറയുന്നു. മിനിമം മീൻസ് 70 ഓം മുതൽ എത്ര വരെയാണ്? 700 ഓം വരെയാണ് ആ ഒരു റേഞ്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഐ എൽ മാക്സിമം ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതൊരു ലോജിക്കൽ തിങ്കിങ് പോലെ ചെയ്തെടുത്താലേ നമുക്കത് കിട്ടത്തുള്ളൂ. ഇവിടെ നമുക്കിപ്പോൾ തന്നിട്ടുള്ള വാല്യൂ ഐ ഇസഡ് മിനിമം. ഓക്കെ, സെനർ കറണ്ട് മിനിമം ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ സെനർ കറണ്ട് മിനിമം ആവണമെങ്കിൽ ലോഡ് കറണ്ട് മാക്സിമം ആവണം. മനസ്സിലായോ? സെനർ കറണ്ട് മിനിമം ആവണമെങ്കിൽ ലോഡ് കറണ്ട് അവിടെ മാക്സിമം ആവണം. അപ്പോൾ ലോഡ് കറണ്ടിന്റെ മാക്സിമം നമുക്കിവിടെ ലോഡ് കറണ്ട് നമുക്കിവിടെ തന്നിട്ടില്ല. ഓക്കെ, ലോഡ് കറണ്ട് നമുക്ക് അവിടെ തന്നിട്ടില്ലല്ലോ ഇതിൽ. ഓക്കെ, ഐ എൽ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ലോഡ് കറണ്ട് മാക്സിമം ആവണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, മാക്സിമം എന്ന കണ്ടീഷനിൽ. അപ്പോൾ അവിടെ ഐ എൽ മാക്സിമം ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആർ എൽ എന്തായിരിക്കണം? മിനിമം ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ആ കണ്ടീഷൻ വെച്ചുകൊണ്ട് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഐ എൽ മാക്സിമത്തിന്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ അവിടെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് ഐ എൽ മാക്സിമ ഈസ് ഈക്വൽ ടു വി സെഡ് ബൈ ആർ എൽ മിനിമ. ഓക്കെ, വി സെഡ് ബൈ ആർ എൽ മിനിമ കിട്ടുന്നുണ്ട്. 7 വോൾട്ട് ഡിവൈഡ് ബൈ 70 ഓം എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 100 മില്ലി ആംപിയർ ഓർ 0.1 ആംപിയർ എന്ന് നമുക്ക് ഇവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? വി ആർ ഗെറ്റിംഗ് ദ വാല്യൂ ഫോർ ഐ എൽ മാക്സിമ. ഐ എൽ മാക്സിമയുടെ വാല്യൂ അവിടെ ഒബ്റ്റെയിൻ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഐ എൽ മാക്സിമം കിട്ടി. ഇപ്പോൾ നമുക്കിവിടെ ഐ സെഡ് മിനിമം നമുക്ക് ഓൾറെഡി അറിയാമായിരുന്നു. ഐ എൽ മാക്സിമം ഇപ്പോൾ ഞാൻ കണ്ടുപിടിച്ചു. എത്ര കണ്ടുപിടിച്ചു? 100 മില്ലി ആംപിയർ ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ചു. അപ്പോൾ ഇത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ദാറ്റ് ഇസ് ആർ ഇസ് ഈക്വൽ ടു 12 മൈനസ് 7 വോൾട്ട് ഡിവൈഡ് ബൈ 10 മില്ലി ആംപിയർ പ്ലസ് 100 മില്ലി ആംപിയർ. ദാറ്റ് ഇസ് ആർ ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? 5 × 10⁻³ ഓം ഡിവൈഡ്, അത് വേറെ ചെയ്യില്ല, ഈ മില്ലി ആംപിയറിനെ മുകളിലോട്ട് കൊണ്ടുപോയതാ. ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 45.45 ഓം എന്നാണ് നമുക്ക് എത്തിക്കുന്നത് ആൻസർ അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്താ അവിടുത്തെ റെസിസ്റ്റൻസിന്റെ വാല്യൂ. ആർ എന്ന് പറയുന്ന ആ ഒരു നമുക്ക് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യേണ്ടത്, ഇത് ഇവിടെ കണക്ട് ചെയ്യേണ്ട ആ സീരീസ് റെസിസ്റ്റൻസിന്റെ വാല്യൂ ആണ് എത്രയാണ്? 45.45 ഓം എന്ന് പറയുന്നത്. ഓക്കെ, this is the value of the series resistance R to be included in the circuit. ആ ഒരു സർക്യൂട്ടിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട സീരീസ് റെസിസ്റ്റൻസിന്റെ വാല്യൂ ആണ് നമ്മളിപ്പോൾ അവിടെ കാണിച്ചത്. ഓക്കെ, ഇനി അടുത്ത് എന്ത് ചെയ്യണം? നമുക്കിപ്പോൾ ആ ഒരു വാല്യൂ ആയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് ദ സീരീസ് റെസിസ്റ്റൻസ്. ഇനി എന്തുകൊണ്ട് ഡിറ്റർമിൻ ചെയ്യണം? ഓൾസോ ഫൈൻഡ് ദ മാക്സിമം സെനർ കറണ്ട്. ഓക്കെ, മിനിമം സെനർ കറണ്ട് മാത്രമേ നമുക്കുള്ളൂ, മാക്സിമം സെനർ കറണ്ട് നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ പറയുന്നത് ദാറ്റ് ഈസ്
ഐ ഇസ് ഈക്വൽ ടു ഐ ഇസഡ് മിനിമ പ്ലസ് ഐ എൽ മാക്സിമ എത്രയാണ്? അത് 110 മില്ലി ആംപിയർ ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ഐ എൽ മിനിമം ആകുമ്പോൾ ഐ ഇസഡ് എന്തായിരിക്കും? അവിടെ മാക്സിമം ആയിരിക്കും. ഓക്കെ, എങ്ങനെയാണ്? ഐ എൽ മിനിമം ആകുമ്പോൾ ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ഐ ഇസഡ് മിനിമം എന്നാണ് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഐ എല്ലിനെ അവിടെ മിനിമം ആക്കി. ഐ എൽ മിനിമം ആയിക്കഴിഞ്ഞാൽ ഐ ഇസഡ് എന്താവും? അവിടെ മാക്സിമം ആവും. ഓക്കെ, ഐ എൽ മിനിമം ആയിക്കഴിഞ്ഞാൽ ഐ ഇസഡ് എന്തായിരിക്കും? അവിടെ മാക്സിമം ആയിരിക്കും. സോ ഐ ഇസ് ഈക്വൽ ടു ഐ ഇസഡ് മാക്സ് പ്ലസ് ഐ എൽ മിനിമം. ഓക്കെ, അത് നമ്മുടെ ആ ഒരു ഔട്ട്പുട്ടിന്റെ ഇതിലോട്ട് കൊടുക്കുന്നു. ഔട്ട്പുട്ട് നമുക്ക് ഇനി ആർ എൽ മാക്സിമയുടെ ഇക്വേഷൻ നമുക്ക് ഉണ്ട്. ഓൾറെഡി നമുക്ക് അവിടെ ആർ എൽ മാക്സിമം അറിയാം. എത്രയാണ്? 7000 ഓമാണ് നമുക്ക് അവിടെ അത് അറിയാം. 6000 700 7000 അല്ല 700 ഓക്കെ, 700 700 ഓമാണ് നമുക്കത് അറിയാം. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു കണ്ടീഷൻ വയ്ക്കും. നമ്മൾ തൊട്ട് മുൻപേ നമ്മൾ എന്ത് ചെയ്തു? മിനിമം വാല്യൂസ് കണ്ടുപിടിച്ചു. കണ്ടോ ഈ ഒരു ഇക്വേഷൻ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ടിൽ ഒന്നുകൂടി ഒന്ന് റീറൈറ്റ് ചെയ്ത് നോക്കണേ. കാരണം ഈ പ്രോബ്ലം ചെയ്ത് വരാൻ എളുപ്പമാണെന്ന് വെച്ചാൽ എളുപ്പമാണ്. പക്ഷെ ആ ഒരു തിങ്കിങ് വന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? അത് അവിടെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ടെക്സ്റ്റിൽ മാത്രം നോക്കി പഠിച്ചാൽ നിങ്ങൾക്ക് അത് അത്രയും ക്ലിയർ ആവത്തില്ല. നിങ്ങൾ നിങ്ങളുടെ ഓരോ രീതിയിൽ തന്നെ എന്ത് ചെയ്യുക? എഴുതി അത് നോക്കുക. ഓക്കെ, എന്നാൽ നമുക്കത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കിട്ടുന്ന സമയത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവിടെ ഇരിക്കുമ്പോൾ ഇനി ഏത് മാക്സിമം ഏത് മിനിമം എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ അവിടെ വരും. അപ്പോൾ അത് വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന് ടെക്സ്റ്റ് ഉണ്ട്, ഓക്കെ ശരിയാണ്. പക്ഷെ എന്ത് ചെയ്യുക? ഒന്ന് പേപ്പറിലോട്ട് അതിനെ മാറ്റി ഒന്ന് എഴുതി നോക്കുക. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ദാറ്റ് ഈസ് വി സെഡ് ഇസ് ഈക്വൽ ടു ഐ എൽ മിനിമം ഇൻറ്റു ആർ എൽ മാക്സിമം എന്ന് കിട്ടുന്നു. ദാറ്റ്സ് വി സെഡ് ഇസ് ഈക്വൽ ടു 7 വോൾട്ട് ആണെന്ന് അറിയാം. ആർ എൽ മാക്സിമ 700 ഓം ആണെന്ന് അറിയാം. അപ്പോൾ 7 ഇസ് ഈക്വൽ ടു ഐ എൽ മിനിമ ഇൻറ്റു 700 എന്ന് കിട്ടും. സിംപ്ലിഫൈ ചെയ്യുമ്പോഴോ ദാറ്റ് ഈസ് ഐ എൽ മിനിമ ഈസ് ഈക്വൽ ടു 10 മില്ലി ആംപിയർ നമുക്ക് ആൻസർ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടലി കറണ്ട് എത്രയാണെന്ന് എങ്ങനെ അറിയാം? ഐ ഇസ് ഈക്വൽ ടു ഐ സെഡ് മിനിമം പ്ലസ് ഐ എൽ മാക്സിമം. ഐ എൽ മാക്സിമത്തിന്റെ കറണ്ട് എത്രയായിരിക്കും? That is I minus IL minimum ആണ്. That is 110 milliampere minus 10 milliampere 100 milliampere ആണ് എന്ത്? അവിടുത്തെ സെനറിന്റെ മാക്സിമം കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കവിടെ മിനിമം കറണ്ട് ഉണ്ടായിരുന്നു, മാക്സിമം കറണ്ട് ഉണ്ട്. മിനിമം കറണ്ട് ഓൾറെഡി നമുക്ക് തന്നിരുന്നു. എത്രയാണ്? 10 മില്ലി ആംപിയർ ആണ് മിനിമം കറണ്ട് എന്ന് പറയുന്നത്. 10 മില്ലി ആംപിയർ ടു 100 മില്ലി ആംപിയർ ആണ് അവിടുത്തെ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, 10 മില്ലി ആംപിയർ ടു 100 മില്ലി ആംപിയർ. ഓക്കെ, അപ്പോൾ ഇതാണ് അവിടുത്തെ റിസൾട്ട്. ഓക്കെ, നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ആറിന്റെ വാല്യൂവും അതുപോലെ തന്നെ ഐ സെഡ് മാക്സിമത്തിന്റെ വാല്യൂ നമ്മളിവിടെ ഡിറ്റർമിൻ ചെയ്തു. ഏതെങ്കിലും ഒന്നോ രണ്ടോ ആണ് ഡിറ്റർമിൻ ചെയ്യേണ്ടെങ്കിലും അതിനകത്തുള്ള എല്ലാ ഇക്വേഷൻസും എടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? അവിടെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു രീതിയിൽ അവിടെ വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദാറ്റ് ഇസ് ഫോർത്ത് വൺ. ഫോർ എ സർക്യൂട്ട് ഗിവൺ ബിലോ ഫൈൻഡ് ദ മിനിമം ആൻഡ് മാക്സിമം വാല്യൂസ് ഓഫ് ദ സെനർ ഡയോഡ് കറന്റ്. ഓക്കെ, എന്ത് ചെയ്യണം? നമുക്കൊരു വാല്യൂ എടുത്ത് ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. ആ സർക്യൂട്ട് വെച്ചുകൊണ്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യണം? സെനറിന്റെ മാക്സിമം ആൻഡ് മിനിമം സെനർ ഡയോഡ് കറന്റിന്റെ വാല്യൂസ് നമ്മൾ അവിടെ എന്ത് ചെയ്യുക? ഡിറ്റർമിൻ ചെയ്യുക. ഓക്കെ, ഇവിടെ ഇപ്പോൾ തന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് നമുക്കവിടെ വേരി ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അവിടെ നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, ലോഡൊക്കെ അവിടെ ഇപ്പോൾ ഫിക്സ്ഡ് ആണ്. പക്ഷെ നമുക്ക് ഇൻപുട്ട് വോൾട്ടേജ് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഇപ്പോൾ വേരി ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ സെനർ കറന്റിൽ ഉണ്ടാകുന്ന വേരിയേഷൻ, സെനർ വോൾട്ടേജ് എത്രയാണ്? 40 വോൾട്ട് ആണ്. ഔട്ട്പുട്ടിൽ വരുന്ന ലോഡ് റെസിസ്റ്റൻസ് എത്ര വരുന്നു? 8 കിലോ ഓം വരുന്നുണ്ട്. ഇൻപുട്ടിൽ വരുന്ന സീരീസ് റെസിസ്റ്റൻസോ 4 കിലോ ഓം ആണ് അവിടെ വരുന്നത്. ഓക്കെ, എന്ത് ഡിറ്റർമിൻ ചെയ്യണം? വി ഹാവ് ടു ഡിറ്റർമിൻ ദ ബോത്ത് മിനിമം ആൻഡ് മാക്സിമം വാല്യൂസ് ഓഫ് സെനർ ഡയോഡ് കറണ്ട്. ഓക്കെ, അപ്പോൾ വി ഐയുടെ വാല്യൂ ഇൻപുട്ട് വോൾട്ടേജ് നമുക്ക് പറയാം എത്രയാണ്? ഇൻപുട്ട് വോൾട്ടേജ് ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ആ ഒരു 75 വോൾട്ട് മുതൽ 100 വോൾട്ട് വരെ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ വേരി ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? ദാറ്റ് ഈസ് വി ഈസ് ഈക്വൽ ടു ഈ ഒരു വാല്യൂ ഇൻറ്റു 8 കിലോ. അതായത് നോർമലി ഈ ഒരു ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം അനാലിസിസ് പഠിച്ചപ്പോൾ അവിടെ പഠിച്ചൊരു കൺസെപ്റ്റ് ആണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ എത്ര വോൾട്ട് ഔട്ട്പുട്ടിൽ കിട്ടും, അതായത് ഈ ഒരു വേരിയേഷനിൽ ചെയ്യുവാണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്ര കിട്ടും എന്നാണ് നമ്മൾ അവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതായത് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു? സെനർ ഡയോഡിനെ റിമൂവ് ചെയ്തു. ഓക്കെ, ആദ്യത്തെ കേസിൽ ഇതിന്റെ അനാലിസിസ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യ സ്റ്റെപ്പിൽ സെനറിനെ പതുക്കെ അവിടെ റിമൂവ് ചെയ്യും. അപ്പോൾ സെനറിനെ റിമൂവ് ചെയ്യുന്ന സമയത്തുള്ള ഒരു വോൾട്ടേജ് ആണ് നമ്മുടെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്ന് അവിടെ പറയുന്നത്. സോ ഈ സെനർ അവിടെ ഇല്ല എന്ന് കരുതുക. ഈ സെനർ അവിടെ ഇല്ല. ഇത് 110 അല്ല, ഇത് 100 ആണ്. കറക്റ്റ് ആയിക്കോളൂ കേട്ടോ. അത് 100 ആണ്, 110 അല്ല, 100 ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു 100 ആണ്. സോ എന്ത് ചെയ്തു? നമ്മുടെ ആ സെനറിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നു. സെനർ റിമൂവ് ചെയ്തിട്ട് ഇവിടെ ഏത് വരെ വേരി ചെയ്യാം? മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് ഇവിടെ എന്തായാലും ഒരു നമ്മുടെ റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റെസിസ്റ്റൻസിൽ കൂടി കയറി ഇറങ്ങുന്ന സമയത്ത് ഇവിടെ എങ്ങനെയൊക്കെ വേരി ചെയ്യാൻ പറ്റും? ഓക്കെ, 75 മുതൽ 100 വരെയാണ് അവിടുത്തെ ആ വേരിയേഷൻ. സോ ഔട്ട്പുട്ടിൽ അത് എങ്ങനെ അഫക്റ്റ് ചെയ്യും? അപ്പോൾ 75 വോൾട്ടേജ് നമ്മൾ ഡയറക്റ്റ് ഇടുന്ന സമയത്ത് അത് 50 വോൾട്ടായിട്ട് മാറുന്നു. അപ്പോൾ ഏകദേശം ഒരു 50 വോൾട്ട് മുതൽ
എത്രയായിട്ടാ 66.6 വോൾട്ട് വരെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടുത്തെ വേരിയേഷൻ അവിടെ നമുക്ക് കാണുന്നത്. ഓക്കെ, 75 വോൾട്ട് കൊടുത്താൽ 50 വോൾട്ടും 100 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുവഴി പോകുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു 66.6 വോൾട്ട് അവിടെ വരുന്നുണ്ട്. ഓക്കെ, in the case, both cases, the V is greater than VZ, the hence the Zener diode is in on state. Okay, അപ്പോൾ നമ്മൾ രണ്ട് സിറ്റുവേഷൻ നോക്കുന്ന സമയത്തും നമ്മുടെ സെനർ വോൾട്ടേജിനെ കാട്ടിയും, അതായത് നമുക്കൊരു കണ്ടീഷൻ പറയുന്നുണ്ട്, ഇവിടെ നമുക്ക് വരുന്ന സെനർ വോൾട്ടേജിനെ കാട്ടിയും കൂടിയ വോൾട്ടേജ് കിട്ടിയാൽ മാത്രമേ, അതായത് ഇവിടെ നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് കൂടിയ വോൾട്ടേജ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ടിൽ ഇതവിടെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ പറ്റൂ. കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്റ്റേബിൾ ആക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കൂടിയ വോൾട്ടേജ് കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അവിടെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്കിവിടെ കിട്ടിയ വോൾട്ടേജ് 50ഉം 66.6ഉം ആണ്. അത് രണ്ടും എന്ത് തന്നെയാണ്, VSL സെൻട്രൽ വോൾട്ടേജിനെ കാട്ടിയും കൂടിയ വോൾട്ടേജ് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും, ഓൺ സ്റ്റേറ്റിലായിരിക്കും അത് അവിടെ നിൽക്കുന്നത്. ഓക്കെ, സിൻസ് ദ ഇൻപുട്ട് വോൾട്ടേജ് ഇസ് 75 വോൾട്ട് ആൻഡ് വോൾട്ടേജ് അക്രോസ് 4 കിലോ, അതായത് 4 കിലോ ഓം റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എത്രയായിരിക്കും, എത്ര വോൾട്ടേജ് ഡ്രോപ്പ് ആവും, നമുക്കവിടെ ഇത് റിഫറൻസ് എടുത്താൽ മതി, എത്ര കിട്ടും, 35 വോൾട്ടേജ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഡ്രോപ്പ് ആകുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് VR is equal to VI minus VZ ആണ്. സോ 75 മൈനസ് 40 ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടും, ദാറ്റ് ഇസ് വി ആർ ഗെറ്റിംഗ് 35 വോൾട്ടേജ് അവിടെ ഡ്രോപ്പ് ആകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ആ ഒരു ഇതിൽ ഡ്രോപ്പ് ആകുന്ന കറണ്ട് എത്രയാണ്, കറണ്ട് എത്ര വരുന്നുണ്ട്, ഏകദേശം ഒരു ദാറ്റ് ഇസ് I is equal to 35 ഡിവൈഡ് ബൈ 4 into 10⁻³ ആണ്. 8.75 മില്ലി ആംപിയർ ആണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഡ്രോപ്പ് ആകുന്ന കറണ്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഡ്രോപ്പ് ആകുന്ന കറണ്ടും അതുതന്നെ വോൾട്ടേജും. ഓക്കെ, കറണ്ട് ഡ്രോപ്പ് ആവുന്നില്ല, അതൊരു ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയാം. ഓക്കെ, ലോഡ് കറണ്ട് എത്ര വരും, ലോഡ് കറണ്ട് IL is equal to V0 by VL ആണ്, ഓർ വിച്ച് is equal to VZ മൈനസ് V0 by RL ആണ്, ഓർ വിച്ച് is equal to VZ by RL നമുക്ക് അവിടെ എഴുതാം. ഓക്കെ, കാരണം എന്താണ്, സെയിം വോൾട്ടേജും ഔട്ട്പുട്ട് വോൾട്ടേജും ഒക്കെ അവിടെ സെയിം തന്നെ, അങ്ങനെ നമുക്ക് അവിടെ എന്തായിട്ട് പറ്റും, അവിടെ അത് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ലോഡ് കറണ്ട് നമ്മൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ലോഡ് കറണ്ട് കാണിച്ചു. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യണം, ദാറ്റ് ഈസ് മിനിമം ആൻഡ് മാക്സിമം വാല്യൂ നമുക്ക് ഇവിടെ ഡിറ്റർമൈൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ലോഡ് കറണ്ട് ആയിട്ടുള്ളൂ, ബാക്കി സ്റ്റെപ്സ് നോക്കാം. സോ നമുക്കിവിടെ IL-ന്റെ വാല്യൂ എത്ര എടുത്തുണ്ട്, 40/8 into 10⁻³, അതായത് ലോഡ് റെസിസ്റ്റൻസ്. ഓക്കെ, ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ ലോഡ് റെസിസ്റ്റൻസ് ആണ്, 5 മില്ലി ആംപിയർ കിട്ടും. I is equal to IZ plus IL ആണ്. IZ is equal to I minus IL കിട്ടും. എത്രയാണ്, 3.75 മില്ലി ആംപിയർ നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ. എന്താണ് സെനർ കറണ്ടിന്റെ വാല്യൂ. ഓക്കെ, ഇത് എന്തിന്റെ വാല്യൂ ആണ്, സെനർ കറണ്ട് വാല്യൂ ആണ്. ഇത് മിനിമം വാല്യൂ ആയിരിക്കും. ഓക്കെ, മിനിമം വാല്യൂ ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ദിസ് ഈസ് ദ മിനിമം വാല്യൂ ഓഫ് ദ സെനർ കറണ്ട് സിൻസ് വി അപ്ലൈഡ് ഓൺലി മിനിമം VI when the input voltage is 100 വോൾട്ട്. ഓക്കെ, സെക്കൻഡ് കേസ് നമ്മളിവിടെ ചെക്ക് ചെയ്യണം, 100 വോൾട്ട് ആ സമയത്ത്. കാരണം ഇവിടെ നോക്കിക്കേ, നമ്മൾ 75 വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്, ഉണ്ടാവും 75. അപ്പോൾ നമുക്ക് രണ്ട് റേറ്റിംഗ്സോടെ നോക്കണം. ഓക്കെ, 75 നോക്കണം, 100 ആവുന്ന സമയത്ത് നമുക്ക് അവിടെ ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ 100 ആവുന്ന സമയത്ത് എത്ര വരും, 60 വോൾട്ട് വരും. സോ അതിയുടെ ഇക്വേഷൻ കൊടുക്കുക, 60/4 into 10⁻³ ആണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് IZ is equal to I minus IL കിട്ടും. 15 minus 5 മില്ലി ആംപിയർ വരും. എത്രയാണ് ആൻസർ, ദാറ്റ് ഇസ് ദ 10 മില്ലി ആംപിയർ അവിടെ വരും. ഓക്കെ, 15 minus 5 ആണ് ഇവിടെ നമുക്ക് എത്രയാണ് വന്നത്, ഈ ഒരു വാല്യൂ. ഓക്കെ, ഇൻപുട്ട് വോൾട്ടേജ് കൂടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ദാറ്റ് ഇസ് വി ആർ ഗെറ്റിംഗ് ഇറ്റ് ഇസ് ഈക്വൽ ടു 15 minus 5 10 മില്ലി ആംപിയർ ആണ് എന്ത് അവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, 10 മില്ലി ആംപിയർ, ദിസ് ഇസ് ദ മാക്സിമം സെനർ കറണ്ട്. ഓക്കെ, ഇതാണ് അവിടെ കിട്ടുന്ന മാക്സിമം സെനർ കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഡിസൈൻ എ വോൾട്ടേജ് സ്റ്റെബിലൈസർ യൂസിങ് എ സെനർ ഡയോഡ് വിത്ത് VZ is equal to 15 volt and IZ is equal to 5 milliampere. The load current should be vary from 10 to 20 milliampere. The input voltage is given by 20 volt. Find the values of the series resistance R that should be included in the circuit. Also find the power dissipated in the Zener diode in each case. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, നമ്മളെടുത്ത് ഒരു സെനർ സ്റ്റെബിലൈസർ, വോൾട്ടേജ് സ്റ്റെബിലൈസർ ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ആ ഒരു സർക്യൂട്ടിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്ര വേണം നമുക്ക്, ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് അവിടെ ആവശ്യമുള്ളത് 15 വോൾട്ട് ആണ്. ഓക്കെ, 15 വോൾട്ടേജ് ഔട്ട്പുട്ടിൽ കിട്ടുന്ന രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്, ഒരു സെനർ ഡയോഡ് നമ്മൾ അവിടെ ഒരു വോൾട്ടേജ് സ്റ്റെബിലൈസർ സെറ്റ് ചെയ്യേണ്ടത്. വിത്ത് 5 മില്ലി ആംപിയർ ആണ് അവിടുത്തെ സെനറിന്റെ വോൾട്ടേജ് റേറ്റിംഗ് എന്ന് പറയുന്നത്, കറണ്ട് റേറ്റിംഗ് എന്ന് പറയുന്നത്. അവിടുത്തെ ആ ഒരു ലോഡ് കറണ്ട് എന്ത് ചെയ്യണം, ഏകദേശം ലോഡിൽ ഏകദേശം ഒരു 10 മുതൽ 20 വരെ മില്ലി ആംപിയർ റേഞ്ചിൽ എന്ത് ചെയ്യാം, അവിടെ ലോഡ് വേരി ചെയ്യാം. ഓക്കെ, ലോഡ് കറണ്ട് വേരി ചെയ്യാം. നമുക്ക് ഇൻപുട്ടിൽ കൊടുക്കാൻ പറ്റുന്ന വോൾട്ടേജ് 20 വോൾട്ട് ആണ്. നമുക്ക് അവിടെ ഇൻപുട്ടിൽ എന്ത് ചെയ്യാൻ പറ്റുന്ന, സപ്ലൈ ചെയ്യാൻ പറ്റുന്ന വോൾട്ടേജ്.
നമുക്ക് അതുപോലെ തന്നെ ആ സീരീസ് റെസിസ്റ്റൻസിന്റെ വാല്യൂസ് കൂടി അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഡിറ്റർമിൻ ചെയ്യണം. കാരണം എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത് കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള പാരാമീറ്റേഴ്സ് ഒക്കെ ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. എന്താണ് വി ഐയുടെ വാല്യൂ ഉണ്ട് 20 വോൾട്ട്, വി സീറോ ഈസ് ഈക്വൽ ടു വി സെഡ് ആണ്, അത് 15 വോൾട്ട് ആണ്. ആർ എല്ലിന്റെ വാല്യൂ എന്നിട്ട് 10 മുതൽ 20 മില്ലി ആംപിയർ വരെ വേരി ചെയ്യാം ആർ എല്ലിന്റെ വാല്യൂ. ഐ ഇസഡ് മിനിമം 5 മില്ലി ആംപിയർ ആണ് വരുന്നത്. സോ നമുക്കൊരു വോൾട്ടേജ് ഡിറ്റർമിൻ ചെയ്യാമല്ലോ, ആറിന്റെ വാല്യൂ ആർ ഇസ് ഈക്വൽ ടു വി ഐ മൈനസ് വി സീറോ. ഓക്കെ, വി ഐ മൈനസ് വി സീറോ, ഇൻപുട്ട് വോൾട്ടേജ് മൈനസ് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. എത്രയാണ്, 5 വോൾട്ട് ആണ് നമുക്ക് അവിടെ വി ആറിന്റെ വാല്യൂ അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം സർക്യൂട്ട് വരയ്ക്കാം. അതായത് ഇവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ വയ്ക്കുന്ന എത്ര റെസിസ്റ്റൻസ് ആണ്, ഇതിപ്പോൾ വി ആറിലായിട്ടുള്ളൂ, വോൾട്ടേജ് ആയിട്ട് നമുക്ക് ഇനി റെസിസ്റ്റൻസിലോട്ട് പോകണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഐയുടെ ഇക്വേഷനിലോട്ട് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ലാസ്റ്റ് ഫിഗറിലോട്ട് വരാം. ടെക്സ്റ്റിൽ ഫിഗർ വരച്ചിട്ടില്ല, പക്ഷെ നിങ്ങൾ ഫിഗർ വരയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു കേട്ടോ. ഫിഗർ വരയ്ക്കുന്നത് ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഓരോന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ആ ഫിഗറൂടെ ഇവിടെ കൺസ്ട്രക്ട് ചെയ്യുന്ന മാർക്ക് കിട്ടും. ഓക്കെ, ഫിഗർ ഡ്രോ ചെയ്തതിന് ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാൻ പറയുമ്പോൾ ഡിസൈൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസൈൻ പറയുന്ന സമയത്ത് നമ്മൾ ആ സർക്യൂട്ട് ഡയഗ്രം കൂടി അവിടെ പ്ലോട്ട് ചെയ്യുന്നത് കുറച്ചുകൂടി നന്നായി. അപ്പോൾ ഞാൻ ലാസ്റ്റ് വരച്ച് തരാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, നമുക്കവിടെ ആറിന്റെ വാല്യൂ നമുക്ക് ഡിറ്റർമിൻ ചെയ്യണം. സോ നമുക്ക് അവിടുത്തെ വി ആറിന്റെ വാല്യൂ കിട്ടി, വി ആർ 5 വോൾട്ട് ആണ്. ഓക്കെ, വോൾട്ടേജ് അക്രോസ് ഇവിടുത്തെ റെസിസ്റ്റൻസ് ആണ് വി ആർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വി ആർ കിട്ടി. ദാറ്റ് ഇസ് ഐ ഇസ് ഈക്വൽ ടു വി ഐ മൈനസ് വി സെഡ് ആണ്. ആർ ഇസ് ഈക്വൽ ടു വി ഐ മൈനസ് വി സെഡ് ഡിവൈഡ് ബൈ ഐ സെഡ് പ്ലസ് ഐ എൽ ആണ്. ഓക്കെ, അപ്പോൾ ഐ എൽ മിനിമം ആകുമ്പോൾ ഐ സെഡ് മിനിമം ആവുന്ന സമയത്ത് ഐ എൽ എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് മിനിമം വാല്യൂ തന്നിട്ടുണ്ട്. മിനിമം വാല്യൂ അല്ലേ തന്നിരിക്കുന്നത്, അതെ സോറി, ഐ എല്ലിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഐ എൽ മിനിമം മാക്സിമം 10 20 മില്ലി ആംപിയർ. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് മാക്സിമം വാല്യൂ എടുക്കാം. കാരണം ഇപ്പോൾ നമുക്ക് ഐ സെഡിന്റെ വാല്യൂ ഞാൻ മിനിമം ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് ഐ സെഡിന്റെ മാക്സിമം വാല്യൂ 20 മില്ലി ആംപിയർ ആണ്. സോ ആർ ഇസ് ഈക്വൽ ടു 20 മൈനസ് 15 ഡിവൈഡ് ബൈ 5 പ്ലസ് 20 മില്ലി ആംപിയർ കിട്ടും. സോ എത്രയാണ്, ആറിന്റെ വാല്യൂ ഇവിടെ 200 ഓം എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ അവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ട റെസിസ്റ്റൻസ് എത്രയാണ്, ഇവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ട റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 200 ഓമിന്റെ റെസിസ്റ്റൻസ് ആണ് ഇവിടെ കണക്ട് ചെയ്യേണ്ടത്. ഇൻപുട്ട് വോൾട്ടേജ് നമുക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ, ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, സപ്ലൈ ചെയ്യും. ഇൻപുട്ട് വോൾട്ടേജ് ഓൾറെഡി പറയുന്നുണ്ടല്ലോ എത്രയാണ്, ഇൻപുട്ട് വോൾട്ടേജ് നമുക്കിവിടെ വന്നിട്ട് 20 വോൾട്ട്. ഓക്കെ, 20 വോൾട്ട് ആണ് പറയുന്നത്. പിന്നെ സെനർ വരച്ചാൽ മതി. സെനറിൽ എത്ര വരും, സെനറിനെ ക്രോസ് ആയിട്ട് ഇവിടെ വരേണ്ടത് 15 വോൾട്ട് ആണ്. ഓക്കെ, അതാണ് ഔട്ട്പുട്ടിൽ വരേണ്ടത്. പിന്നെ ലോഡ് റെസിസ്റ്ററിന്റെ കേസ്, ലോഡ് റെസിസ്റ്റൻസ് അവിടെ പറയുന്നില്ല. ഇപ്പോൾ നമുക്കിവിടെ കറണ്ട് റേറ്റിംഗ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആറിന്റെ വാല്യൂ കിട്ടി. നമുക്കിനി പവർ ഡിസിപ്പേഷൻ നോക്കിയാൽ മതി. പവർ ഡിസിപ്പേഷൻ എത്ര വരും, പവർ ഡിസിപ്പേഷൻ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. അപ്പോൾ അവിടെ ചെയ്യുന്ന സമയത്ത് 75 മില്ലി വോൾട്ട്സ് നമുക്ക് അവിടെ വരുന്നത്. ഓക്കെ, അത്രയും പവർ അവിടെ ഡിസിപ്പേറ്റ് ചെയ്യുന്നു. ഇനി ഇത് ലോഡ് കറണ്ടിന്റെ മാക്സിമം വാല്യൂ വെച്ച് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ലോഡ് കറണ്ടിന്റെ മാക്സിമം വാല്യൂ വെച്ച് നമ്മൾ ഇത് ഡിറ്റർമിൻ ചെയ്ത് വന്നത്. സോ അവിടെ നമുക്ക് ലോഡ് കറണ്ടിന്റെ മിനിമം വാല്യൂ വരുന്ന സമയത്ത് ഐ സെഡ് എന്തായിരിക്കും, അവിടെ മാക്സിമം ആയിരിക്കും. അപ്പോൾ ആ കണ്ടീഷൻ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇവിടെ ഐ സെഡ് മാക്സിമം വാല്യൂ കിട്ടും. ഐ സെഡ് മാക്സിമം എന്താണ്, ദാറ്റ് ഈസ് 15 മില്ലി ആംപിയർ ആണ് ഐ സെഡ് മാക്സിമം വാല്യൂ. 225 മില്ലി വാട്ട്സ് ആണ് അവിടുത്തെ പവർ എന്ന് പറയുന്നത്. ഓക്കെ, അത് മാക്സിമവും മിനിമം, ഇത് നമുക്ക് ഇവിടെ ഐ എൽ മാക്സിമ, ഐ എൽ മിനിമ. ഓക്കെ, രണ്ട് വാല്യൂസ് റേഞ്ച് നമ്മൾ എന്ത് ചെയ്യണം, അതവിടെ ഡിറ്റർമിൻ ചെയ്യണം. ഓക്കെ, ഐ എൽ മിനിമയും ഐ എൽ സെഡ് മാക്സിമയും. ഓക്കെ, ഓക്കെ, അപ്പോൾ സർക്യൂട്ട് ഡ്രോ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കേട്ടോ. ഇതുപോലെ ഒന്ന് ഡ്രോ ചെയ്ത് വെച്ചിരിക്കുക. നമുക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല. റെസിസ്റ്റൻസ് അവിടെ ഒന്ന് ആറിലെന്ന് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, ഇങ്ങനെ കൊടുത്തിരിക്കുന്ന കുറച്ചുകൂടി അത് നല്ലതായിരിക്കും. ആ ഒരു സർക്യൂട്ട് നമ്മൾ വരച്ച് കാണിക്കുന്നതിൽ. ഓക്കെ, അത്രയാണ് നമുക്ക് അവിടെ വരുന്നത്. നമുക്കിനി ഇതിൽ 6th ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സെനർ കറന്റ് ഐ സെഡ് ഇൻ ദ ഗിവൺ സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ തന്നിട്ടുള്ള സർക്യൂട്ടിൽ എന്ന് ഡിറ്റർമിൻ ചെയ്യണം, സെനർ കറന്റ് ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ വേരിയേഷൻ ഒന്നും ഇല്ല സർക്യൂട്ടിൽ, പ്രത്യേകിച്ച് വേരിയേഷൻസ് ഒന്നും അവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു സർക്യൂട്ടിൽ നമ്മൾ സെനർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ സെനർ കറന്റ് ഡിറ്റർമിൻ ചെയ്താൽ മതിയാവും. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നമുക്കിപ്പോൾ ഒരു 10 വോൾട്ട് ആണ് ഇൻപുട്ട് സപ്ലൈ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇൻപുട്ട് സപ്ലൈ നമ്മൾ എന്ത് ചെയ്യുന്നു, 10 വോൾട്ട് അവിടെ കൊടുക്കുന്നുണ്ട്. ദെൻ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ R1 എന്നും R2 എന്ന് പറഞ്ഞിട്ട് രണ്ട് റെസിസ്റ്റേഴ്സ് അവിടെ കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡിനെ പറയുന്ന പേര് പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിംഗ് എന്നാണ്. നമ്മൾ ട്രാൻസിസ്റ്റേഴ്സിൽ ബയാസിംഗ് മെത്തേഡ്സ് അവിടെ പഠിക്കും. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡിൽ നമ്മളിപ്പോൾ രണ്ട് റെസിസ്റ്റൻസിന് എക്രോസ് ആയിട്ട് ഒരു വോൾട്ടേജ് സോഴ്സിന് എക്രോസ് ആയിട്ട് ഇങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ
അവിടെ നമുക്ക് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് 2 ഹാഫായിട്ട് അവിടെ ഡിവൈഡ് ചെയ്യും. വോൾട്ടേജിനെ എന്ത് ചെയ്യും 2 ഹാഫായിട്ട് അവിടെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ അവിടെ ആ ഒരു R2 എന്ന് പറയുന്ന ഇതിന് അക്രോസ് ആയിട്ട് R2 എന്ന് പറയുന്ന റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് എന്തേ വരുള്ളൂ എന്തായാലും 6 വോൾട്ട് സെൻറ്റർ വെച്ചിട്ടുണ്ട്. സോ അത് 6 വോൾട്ടേ വരുള്ളൂ. അപ്പോൾ ഓൾറെഡി ഒരു 10 വോൾട്ട് ഉണ്ടായിരുന്നു. നമ്മൾ കൊടുത്തിരിക്കുന്നത് 10 വോൾട്ട്. അപ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ 6 വോൾട്ട് ആണ്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് 10 വോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ R1 എന്തായിരിക്കും? R1 അവിടെ നമുക്ക് 4 വോൾട്ട് ആയിരിക്കും. അങ്ങനെ നമുക്ക് എന്ത് ഡിറ്റർമിൻ ചെയ്യാം? നമുക്കിവിടെ IZ ആണ് കണ്ടുപിടിക്കേണ്ടത്. IZ മീൻസ് ഇതുവഴി പോകുന്ന കറണ്ട്. അപ്പോൾ I1 I2 ഡിറ്റർമിൻ ചെയ്താൽ IZലോട്ട് പോകാൻ പറ്റും. അപ്പോൾ കറണ്ട് ത്രൂ R1 R1ൽ കൂടിയുള്ള കറണ്ട് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് I1 V1/R1. V1 നമുക്ക് ഡിറ്റർമിൻ ചെയ്തു 4 വോൾട്ട് ആണ്. 4/400 കിട്ടും 10 മില്ലി ആംപിയർ. അടുത്ത കറണ്ട് ടു R2 കണ്ടുപിടിക്കാം. I2 V2/R2 ആണ്. I2 R/6/1800 which is equal to 3.33 മില്ലി ആംപിയർ. അപ്പോൾ നമുക്ക് I1 ആയിട്ടുണ്ട് I2 ആയിട്ടുണ്ട്. അപ്പോൾ ഈ I1 എന്ന് പറയുന്ന കറണ്ടാണ് ഇവിടുന്ന് വന്നിട്ട് എന്ത് ചെയ്യുന്നത്? രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. സോ എന്ത് എഴുതാം? I1 is equal to I2 plus IZ എന്ന് പറയാം. I1 is equal to I2 plus IZ. അവിടെ നിന്ന് എന്ത് ചെയ്താൽ മതി? IZന്റെ വാല്യൂ എടുത്താൽ മതി. 10 മൈനസ് 3.33 കിട്ടും 6.66 മില്ലി ആംപിയർ ആണ് ആൻസർ എന്ന് പറയുന്നത്. അതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് ഈ ഒരു കാര്യം നെക്രോസ് ആയിട്ട് വരുന്നത് 6 വോൾട്ട് ആണെന്ന കാര്യം ഒന്ന് ഐഡന്റിഫൈ ചെയ്താൽ എന്ത് ചെയ്യാം? ഈസി ആയിട്ട് വരാൻ പറ്റും. പക്ഷെ അത് ഇതിനൊരു പ്രത്യേകത ആ ഒരു കാര്യം മനസ്സിലായില്ല എങ്കിൽ പ്രോബ്ലം ചെയ്യാൻ അവിടെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതുപോലെ IL മാക്സിമം വരുന്ന സമയത്ത് I മിനിമം വരുന്നതും ആ കണ്ടീഷൻസ് ഒക്കെ അറിയില്ല എങ്കിൽ എന്താണ് കുറച്ച് ടഫായിട്ട് തോന്നും. അറിയാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് അത് സോൾവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഇനി ഇൻ കേസ് എക്സാമിനേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് തെറ്റിപ്പോകാൻ തോന്നിയാൽ എന്ത് ചെയ്യാം? ഇതുപോലത്തെ ആ ഒരു കണ്ടീഷൻ ഒന്ന് ഓർത്തങ്ങ് എഴുതിയാൽ മതി. എന്തായാലും കറക്റ്റ് ആവും അത്. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതവിടെ എഴുതാനായിട്ട് സാധിക്കും. ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്കൊരു ബേസിക് ഐഡിയ കിട്ടും. ഐഡിയ വെച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ അറിയാൻ പറ്റും ഇത് കറക്റ്റ് ആണ് അല്ലെങ്കിൽ ഇതിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് സെയിം ആയിരിക്കും എന്നൊരു കണ്ടീഷൻ നമുക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്ത എക്സാമ്പിൾ 7. കാൽക്കുലേറ്റ് ദ മിനിമം ആൻഡ് മാക്സിമം എക്സ്റ്റേണൽ കറണ്ട് ഇൻ ദ ഗിവൺ സർക്യൂട്ട്. അപ്പോൾ മാക്സിമം മിനിമം എക്സ്റ്റേണൽ കറണ്ട് എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഡിറ്റർമിൻ ചെയ്യണം. ആറിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്കറിയാം 20 വോൾട്ട് ആണ്. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഇട്ടിട്ടുണ്ട് 4 കിലോ ഓം ആണ്. എന്ന് ഡിറ്റർമിൻ ചെയ്യണം മിനിമവും മാക്സിമം ആയിട്ട് വരുന്ന സെനർ കറണ്ട് നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യണം. ദാറ്റ് ഈസ് കറണ്ട് ത്രൂ RL. ലോഡ് റെസിസ്റ്ററിൽ കൂടിയ കറണ്ട് IL is equal to V0/RL ആണ്. IL is equal to 20/4×10⁻³ 5 മില്ലി ആംപിയർ കിട്ടും. നമുക്കവിടെ V0 ഔട്ട്പുട്ട് വോൾട്ടേജും RLോടെ ഇപ്പോൾ ഫിക്സ്ഡ് ആണ്. അപ്പോൾ ഔട്ട്പുട്ടിൽ വേറെ വേരിയേഷൻസ് ഒന്നും അവിടെ നമുക്ക് വരുന്നില്ല. The input voltage changes, only the external current changes. When the input voltage is minimum, IZ is also minimum. When the input voltage is VI, that is 44 volt, that is voltage across R, VR is equal to VI minus VZ. അതായത് ഇവിടുന്ന് ഇതിനെ ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് നമ്മളിപ്പോൾ അതിൽ മെഷർ ചെയ്യുന്നത് ഇവിടുത്തെ. ഇവിടെ ഇതിലൊന്നും മാറ്റമില്ല. ഇവിടെ ഒരു മാറ്റവും ഇല്ല. ഇവിടെ ഇൻപുട്ട് വോൾട്ടേജ് മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. 44 നിന്നും എന്ത് ചെയ്യുന്നു? 44ഉം അതുപോലെ തന്നെ 80 വോൾട്ട് വരെ അവിടെ ഒരു വേരിയേഷൻ അവിടെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ ആ ഒരു ഇക്വേഷൻ കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7 മില്ലി ആംപിയർ. നേരത്തെ ചെയ്ത സ്റ്റെപ്പ് തന്നെയാണ്. അവിടെ ഫസ്റ്റ് വിയുടെ വാല്യൂ 44 കൊടുക്കുക. അടുത്ത വിയുടെ വാല്യൂ എന്ത് ചെയ്യണം? 80 കൊടുത്ത് ചെയ്താൽ മതി. 80 കൊടുത്ത് ചെയ്യുക. ആ ഒരു സമയത്ത് നമുക്ക് അവിടുത്തെ കറണ്ട് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റും. ഇത്രയാണ് ഫസ്റ്റ് കേസിൽ നമുക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 മില്ലി ആംപിയർ കിട്ടും. നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 7 മില്ലി ആംപിയറിലോട്ട് വരും. IZ മിനിമത്തിന്റെ വാല്യൂ IZ മിനിമ. അടുത്ത IZ മാക്സിമ എത്ര കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു 25 മില്ലി ആംപിയർ നമുക്ക് അവിടെ ആൻസർ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ആണോ? വേറെ ഒന്നുമില്ല. നേരത്തെ അതേ ചെയ്ത സ്റ്റെപ്പ് തന്നെയാണ്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. എന്ത് ചെയ്യണം? ഔട്ട്പുട്ടിലൊന്നും വേരിയേഷൻ ഇല്ല. ഔട്ട്പുട്ട് അവിടെ ഫിക്സഡ് ആണ്. RLന്റെ വാല്യൂ മാത്രമേ ഉള്ളൂ. വേരിയേഷൻ ഇല്ല. ഇൻപുട്ടിൽ മാത്രമേ വേരിയേഷൻ വരുന്നുള്ളൂ. നമ്മൾ അതിനെ പറയുന്നത് ലോഡ് ലൈൻ റെഗുലേഷൻസ് എന്ന് പറയും. ലൈനിലാണ് അവിടെ വേരിയേഷൻ വരുന്നത്. ആ ക്വസ്റ്റ്യൻ സിമ്പിളാണ്, ഒന്ന് ചെയ്ത് നോക്കുക.